Hello guys, welcome back to Asian Vlogs. നമ്മുടെ ഒരു ക്ലയന്റ് മീറ്റിംഗ് ഉണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇറങ്ങിയതാ. രാജീവ് ചോക്ക് എന്ന് പറഞ്ഞൊരു മാർക്കറ്റാണ്. പക്ഷെ പണ്ടത് മാർക്കറ്റ് ആയിരുന്നില്ല, ബ്രിട്ടീഷുകാരുടെ പാർലമെന്റ് ആയിരുന്നു. അപ്പോ ഞാൻ ഉദ്ദേശിക്കണത്, ഞാൻ നിങ്ങൾക്കൊരു വാക്ക് തന്നിട്ടുണ്ടായിരുന്നില്ലേ, അതായത് ഇന്ത്യ ഗേറ്റ് നമുക്ക് പകുതിക്കിട്ട് കാണാൻ പറ്റാതെ കണ്ട്. പക്ഷെ എന്നാലും അങ്ങനെയല്ലേ, ഉള്ളിൽ കയറി കാണണ്ടേ. ഇത് ഞാൻ കാണിക്കാൻ പോണത് രാജീവ് ചോക്ക് മാർക്കറ്റും ഇന്ത്യ ഗേറ്റും. ഓക്കെ ഗൈസ്, നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ ഗൈസ്, നമ്മൾ രാജീവ് ചോക്കിൽ എത്തിയിരിക്കണാണ്. ഇത് പണ്ടൊരു, എനിക്ക് ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് എൻ്റെ ഡ്രോൺ ഉണ്ടായിരുന്നു, ഞാൻ കാണിച്ചു തന്നെ. പക്ഷെ ഇത് പഴയ, നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി, പഴയ മിലിറ്ററി അല്ല, മറ്റേ ബ്രിട്ടീഷുകാരുടെ സമയത്ത് ഇത് പാർലമെന്റ് ആയിരുന്നു, അവരുടെ പാർലമെന്റ്. ഇപ്പൊ ഇതിവിടെ മാർക്കറ്റാണ്. ഇതൊക്കെ പണ്ട് ബ്രിട്ടീഷുകാർ വന്ന സമയത്ത് ഇത് ഫുള്ള് അവരുടെ പാർലമെന്റ് ആയിരുന്നു. ഇതൊരു 1% പോലും ആയിട്ടില്ല, കുറെ ഉണ്ട്, ഒരു സർക്കിൾ പോലെ ഇങ്ങനെ കിടക്കണേ. ഗൈസ്, ഈ ഒരു സ്ഥലമല്ലോ നമ്മളിന്ന് നടക്കണതിന്റെ താഴെ മാർക്കറ്റാണ്. ഇതിന്റെ അടിയിൽ ഫുള്ള് മാർക്കറ്റ്, റോഡിന്റെ അടിയിൽ ഫുള്ള് മാർക്കറ്റ്. അവിടെ വീഡിയോ എടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അവിടെ കാണിച്ചു. ഇപ്പൊ ബിൽഡിങ്സ് ഒന്നും പൊളിച്ചു പണിതിട്ടില്ല, ഫുള്ള് പെയിന്റ് മാത്രം. അതിനകത്ത് പെയിന്റ് മാത്രം അടിച്ച് അത് മെയിൻറ്റെയിൻ ചെയ്തോണ്ടിരിക്കണേ, ഒരു തുള്ളി വ്യത്യാസമില്ലെന്ന്. ഗൈസ്, നമ്മൾ ഇന്ത്യ ഗേറ്റിലേക്ക് പോകണം ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ എത്തി, അന്നിവിടെ വന്നിട്ട് നമുക്ക് കാണാൻ പറ്റാണ്ട് പോയ സ്ഥലമാണ്. പിന്നെ എന്താണെങ്കിലും അത് കവർ ചെയ്യും. പിന്നെ എൻ്റെ കൂട്ടത്തിൽ ഒരു വാർ മെമ്മോറിയൽ മ്യൂസിയം കൂടി എനിക്കൊന്ന് കവർ ചെയ്യണമെന്നുണ്ട്. എന്താണെങ്കിലും പറ്റുവാണെങ്കിൽ വീഡിയോ ഫുള്ളൊന്നും കാണാൻ നോക്കുക. ഓക്കെ, ബോറടിപ്പിക്കാതിരിക്കാൻ ഞാൻ മാക്സിമം ശ്രദ്ധിക്കാം. നമുക്ക് എന്തായാലും പോവാം. ഞാൻ വൈകിട്ട് ഇവിടെ ഒന്ന് വന്ന് എടുക്കണമെന്നുണ്ട്, ലൈറ്റൊക്കെ ഇട്ടിട്ട്. പക്ഷെ എനിക്ക് വൈകിട്ട് വേറെ മീറ്റിങ്ങുള്ളതുകൊണ്ട് പിന്നെ ഇതിന് വേണ്ടിയിട്ട് പിന്നെ ഇങ്ങോട്ട് വരണ്ടല്ലോ എന്ന് ഓർത്ത്. എന്താണെങ്കിലും നമ്മൾ ഈ അടുത്ത് തന്നെ ആയിരുന്നു ഈ രാജീവ് ചോക്ക് എന്ന് പറഞ്ഞ മാർക്കറ്റ്. അപ്പോൾ ആ വന്ന സ്ഥിതിക്ക് എന്താണെങ്കിലും നമ്മുടെ തൊട്ടടുത്ത് ഇന്ത്യ ഗേറ്റ് ഉള്ളപ്പോൾ പിന്നെ കാണിക്കേണ്ട എങ്ങനെ പോകും. അടിപൊളി സ്ഥലം കേട്ടോ, എന്താ പറയുക, നീറ്റ് ആൻഡ് ക്ലീൻ. സെൻട്രൽ ഡൽഹി ആണല്ലോ, PM ഒക്കെ വന്നു പോണ സ്ഥലമല്ലേ, അതുകൊണ്ട് എപ്പോഴും ക്ലീൻ ആക്കി വെക്കൂല. പൊളി. ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നത് കേരളം കഴിഞ്ഞാൽ പിന്നെ ബെസ്റ്റ് ഡൽഹി ആയിരിക്കും. ബ്യൂട്ടി വൈസ് ഹിമാചലൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും ഡൽഹിയിലുള്ളൊരു ഫ്രീഡം വേറൊരിടത്തും കിട്ടൂല. ബാംഗ്ലൂരിന് വിന്ററായി തുടങ്ങുന്നുണ്ട്, വലിയ ചൂടില്ല, പക്ഷെ വെയിലുണ്ട്. ഓ ഡാം, ഇന്ത്യ ഗേറ്റ്. ഇതാരാണെന്ന് എനിക്കറിയില്ല, അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇത് ആരാന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യും. എനിക്ക് എന്താണെങ്കിലും ഭയങ്കര ആഗ്രഹമായിരുന്നു ഇവിടെ വന്നോന്ന്. നല്ല വെയില്, ഞാനിത് വെറുതെ വെക്കണല്ലോ, വെയിലുള്ളതുകൊണ്ട് വെച്ചേക്കണേ, അല്ലാതെ ഞാൻ അങ്ങനെ ഇടയ്ക്കൊക്കെ മാത്രമേ വെക്കാറുള്ളൂ. പക്ഷേ ഇതൊരു രക്ഷയില്ല കഴിച്ചു, ഇതൊന്ന് നേരിട്ട് കാണേണ്ട കാഴ്ച. എന്റെ പൊന്നും ഒന്നും പറയാനില്ല, പൊള്ളി.
ബോക്സിന്റെ അകത്തേക്ക് കയറ്റൂല. ഞാൻ ഓർത്തത് ക്രോസ് ചെയ്യാൻ പറ്റുന്ന അവിടെ മിലിറ്ററിക്ക് അടിക്കണേ. ക്രോസ് ചെയ്തിന്റെ ഉള്ളിൽ കൂടി പോവാന്ന് ഓർത്തു. പക്ഷേ നടപടിയാവൂല. അതാണ്ട നിൽക്കുന്നു കുറെ പേര്. കയറ്റൂലടാ, അതിന്റെ അകത്തേക്ക് കയറ്റൂല. പക്ഷെ പൊളി. ഒരു കാര്യം പറയട്ടെ, എനിക്ക് ആദ്യം വ്ളോഗ് തുടങ്ങാൻ നേരത്ത് ഈ വീഡിയോ പിടിച്ച് പോകാൻ നേരത്ത് വീഡിയോ എടുത്ത് കൈപ്പിടിക്കാൻ തന്നെ മടിയായിരുന്നു. എന്തോ ഭയങ്കര ഷൈ ആയിരുന്നു, ഇൻസെക്യൂരിറ്റി ഫീല് ആൾക്കാർ നോക്കുമ്പോൾ. ഇപ്പൊക്കെ പോയി. കാരണം ചെയ്തു തുടങ്ങി നമുക്കത് മാറും. ആർക്കെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും തുടങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരിക്കലും മടി പിടിക്കരുത്. നിങ്ങൾ ചെയ്യും, പൊള്ളിയായിരിക്കും. ഇത് കണ്ട എൻ്റെ പുറകിൽ ഇത് കണ്ട, അതിന്റെ പൊന്നോ. ക്ഷമിക്കണം ഗൈസ്, ഇത് നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ് ആണ്. ആദ്യം വന്നപ്പോൾ മനസ്സിലായില്ലായിരുന്നു, പക്ഷെ ഇപ്പോഴാണ് മനസ്സിലായത്. സുഭാഷ് ചന്ദ്രബോസ്, നേതാജി മെമ്മോറിയൽ മ്യൂസിയം കണ്ടിട്ട് പോലെ അങ്ങോട്ട്. ഓക്കെ ഗൈസ്, ഈ നടുക്കൊരു സർക്കിൾ കണ്ടോ? നമ്മൾ വീഡിയോ മൊത്തം ഇരുന്നാണ് ഇതിൻ്റെ ബാക്കി വരുന്നത്. എൻ്റെ മൈക്കന്മാർ ഊരി വെച്ച് അവിടെ വീഡിയോ എടുക്കാൻ പറ്റൂലെന്ന്. പിന്നെ നമ്മളോടാ കളി. ഞാൻ വീഡിയോ എടുത്തിട്ട് പോളൂ. പിന്നെ ഞാൻ ആദ്യം ഓർത്തേ ആ നിൽക്കണത് ആളാണെന്ന് ഓർത്ത്, ഈ നിൽക്കണത്. പക്ഷെ ഇത് പ്രതിമ. ഇവിടെ നിന്ന് അങ്ങോട്ടേ ഈ ഹിസ്റ്ററി താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി. ബാക്കിയുള്ളവർക്ക് ഈ ടൈം ലൈൻ സ്കിപ്പ് ചെയ്ത് കാണാം. ബാറ്റിൽ ഓഫ് ലോങ്കേവാല പോസ്റ്റ് കൈവശം വിട്ടുകൊടുക്കാതെ 120 ധീരജവാന്മാർ ഒരു പൂർണ്ണ സൈന്യത്തെ തടഞ്ഞ യുദ്ധം. ഇത് 1971 ഇന്ത്യൻ പാകിസ്ഥാൻ യുദ്ധത്തിൽ നടന്ന ഏറ്റവും പ്രശസ്തവും നിർണായകവുമായ യുദ്ധങ്ങളിൽ ഒന്നാണ് ലോങ്കേവാല യുദ്ധം. ഇന്ത്യൻ സൈന്യത്തിന്റെ ധീരത, തന്ത്രം എന്നിവയുടെ മികച്ച ഉദാഹരണമാണ് ലോങ്കേവാല യുദ്ധം. യുദ്ധം നടന്ന തീയതി 4-5 ഡിസംബർ 1971. സ്ഥലം ലോങ്കേവാല പോസ്റ്റ്, ജയ്സൽമീർ ജില്ല, രാജസ്ഥാൻ. ഇന്ത്യൻ സൈന്യ വിഭാഗം 21 പഞ്ചാബ് റെജിമെന്റ്, അതായത് 120 സൈനികർ. പാകിസ്ഥാൻ സൈന്യം ഏകദേശം 2000 മുതൽ 3000 സൈനികരും 40 ടാങ്കുകളുമാണ് പങ്കെടുത്തത്. 1971 നവംബർ, ഡിസംബർ മാസങ്ങളിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം തീർന്നിരുന്നു. പാകിസ്ഥാൻ പശ്ചാത്തല രംഗത്ത് വലിയ ആക്രമണം നടത്താൻ പദ്ധതിയിട്ടു. അതിന്റെ ഭാഗമായി രാജസ്ഥാനിലെ ലോങ്കേവാല പോസ്റ്റ് തകർക്കാൻ പാകിസ്ഥാൻ വലിയ സൈനിക നിരയുമായി നീങ്ങി. യുദ്ധത്തിന്റെ പ്രധാന സംഭവങ്ങൾ. ലോങ്കേവാല പോസ്റ്റ് വെറും 120 ഇന്ത്യൻ സൈനികർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കമാൻഡിംഗ് ഓഫീസർ മേജർ കുൽദീപ് സിംഗ് ചത്പുരി ആയിരുന്നു. പിന്നീട് മഹാവീർ ചക്ര ലഭിച്ചു. പാകിസ്ഥാൻ സൈന്യം രാത്രി ആക്രമണം നടത്തി, പക്ഷേ ഇന്ത്യൻ സൈനികർ ശക്തമായി പ്രതിരോധിച്ചു. അടുത്തുള്ള ഇന്ത്യൻ ടാങ്കുകൾക്ക് എത്താൻ കഴിയാഞ്ഞതിനാൽ സൈനികർ മൈൻഫീൽഡും മെഷീൻ ഗൺ, മോർട്ടാർ എന്നിവ ഉപയോഗിച്ച് അവരെ തടഞ്ഞു. പുലർച്ചെ ഇന്ത്യൻ എയർഫോഴ്സ് ഹണ്ടർ ഫൈറ്റർ ജെറ്റുകൾ എത്തി പാകിസ്ഥാൻ ടാങ്കുകൾ, വാഹനങ്ങൾ നശിപ്പിച്ചു. പാകിസ്ഥാന്റെ ഏകദേശം 30 മുതൽ 40 ടാങ്കുകളിൽ കുറഞ്ഞത് 23 ടാങ്കുകളെങ്കിലും നശിപ്പിക്കപ്പെട്ടു. യുദ്ധഫലം. ഇന്ത്യയുടെ നിർണായക വിജയം. പാകിസ്ഥാന്റെ ആക്രമണ പദ്ധതി പരാജയപ്പെട്ടു. ലോങ്കേവാലയിൽ ഇന്ത്യൻ സ്ഥലം കൈവശം നിലനിർത്തി. പാകിസ്ഥാൻ സൈന്യം വലിയ നാശനഷ്ടം അനുഭവിച്ചു. 100 കണക്കിന് സൈനികർ വീണു അല്ലെങ്കിൽ പിന്മാറി. ഇന്ത്യൻ സൈന്യവും വ്യോമസേനയും തമ്മിലുള്ള സമ്പൂർണ്ണ ഏകോപന വിജയത്തിന്റെ അടിസ്ഥാനമായി യുദ്ധം കണക്കാക്കുന്നു. ഈ യുദ്ധം തെളിയിച്ചത് ധൈര്യവും തന്ത്രവും ഉണ്ടെങ്കിൽ ചെറിയ സൈന്യം പോലും വലിയ സൈന്യത്തെ തോൽപ്പിക്കും. ബാറ്റിൽ ഓഫ് ഗംഗാസാഗർ. 1971 ഇന്ത്യോ പാക് യുദ്ധ സമയത്ത് കിഴക്കൻ പാകിസ്ഥാനിൽ, ഇന്നത്തെ ബംഗ്ലാദേശ് വെച്ച് നടന്ന
ഒരു പ്രധാന പോരാട്ടമായിരുന്നു ഗംഗാസാഗർ യുദ്ധം. പ്രധാന വിവരങ്ങൾ: തീയതി 1971 ഡിസംബർ 3-4 തീയതികളിൽ. സ്ഥലം ഗംഗാസാഗർ ഗ്രാമം, അന്ന് കിഴക്കൻ പാകിസ്ഥാൻ, ഇപ്പോൾ ബംഗ്ലാദേശിലെ ബ്രഹ്മൺബാരിയ ജില്ലയിൽ. അഗർത്തയിൽ നിന്നും ഏകദേശം 6.5 കിലോമീറ്റർ പടിഞ്ഞാറ്. പ്രാധാന്യം: ധാക്കയിലേക്കുള്ള ഒരു പ്രധാന റെയിൽവേ പാതയിൽ സ്ഥിതി ചെയ്തിരുന്ന ഈ സ്ഥലം പാക് സൈന്യത്തിന്റെ ശക്തമായ ഒരു കോട്ടയായിരുന്നു. പാകിസ്ഥാൻ സൈന്യം ത്രിപുരയുടെ തലസ്ഥാനമായ അഗർത്തയിലേക്ക് മുന്നേറുന്നത് തടയാനും അക്ബറിലേക്കുള്ള വഴി തുറക്കാനും ഈ സ്ഥലം പിടിച്ചെടുക്കേണ്ടത് ഇന്ത്യൻ സൈന്യത്തിന് അത്യാവശ്യമായിരുന്നു. പോരാട്ടം: ഇന്ത്യൻ ആർമിയിലെ 14 ഗാർഡ്സ് ബറ്റാലിയനാണ് ഗംഗാസാഗർ പിടിച്ചെടുക്കാനുള്ള ചുമതല നൽകിയത്. പാകിസ്ഥാൻ സൈന്യം ശക്തമായി നിലയുറപ്പിച്ചതും മൈനുകൾ സ്ഥാപിച്ചതുമായ പ്രദേശമായിരുന്നു ഇത്. ഇന്ത്യൻ സൈന്യം ധീരമായ ആക്രമണം നടത്തി. പ്രധാന വീരൻ: ആൽബർട്ട് ഏക്ക. ഈ യുദ്ധത്തിലെ ഇന്ത്യൻ സൈന്യത്തിന്റെ വീരനായിരുന്നു ലാൻസ് നായിക് ആൽബർട്ട് ഏക്ക. ശത്രുക്കളുടെ ലൈറ്റ് മെഷീൻ ഗൺ പൊസിഷൻ ഇന്ത്യൻ സൈനികർക്ക് കനത്ത നാശനഷ്ടമുണ്ടാക്കിയപ്പോൾ സ്വന്തം ജീവൻ പോലും വകവെക്കാതെ അദ്ദേഹം ബങ്കറിലേക്ക് ഇരച്ചു കയറി. 2 ശത്രു സൈനികരെ ബയണറ്റ് ഉപയോഗിച്ച് വധിക്കുകയും മെഷീൻ ഗൺ നിശബ്ദമാക്കുകയും ചെയ്തു. ഗുരുതരമായി പരിക്കേറ്റിട്ടും തൊട്ടടുത്ത കെട്ടിടത്തിൽ നിന്നും വെടിവെപ്പ് തുടർന്ന മറ്റൊരു മെഷീൻ ഗൺ പൊസിഷൻ അദ്ദേഹം തകർത്തു. ഈ അവിശ്വസനീയമായ പോരാട്ടത്തിൽ അദ്ദേഹം വീരമൃത്യു വരിച്ചു. അദ്ദേഹത്തിന്റെ ഈ ധീരതയ്ക്ക് മരണാനന്തരം ഇന്ത്യയുടെ പരമോന്നത സൈനിക ബഹുമതിയായ പരംവീർ ചക്ര നൽകി അദ്ദേഹത്തെ ആദരിച്ചു. ബാറ്റിൽ ഓഫ് റിസാംഗ്ല. സ്ഥലം ലഡാക്കിലെ ചുഷുൻ താഴ്വരയ്ക്ക് സമീപമുള്ള റൊസാംഗ്ല പാസ് എന്ന മലയിടുക്കിൽ. തീയതി 1962 നവംബർ 18 ഇന്ത്യൻ ആർമിയിലെ കുമയോൺ റെജിമെന്റിലെ 13-ാം ബറ്റാലിയനിലെ ചാർലി കമ്പനിയും ചൈനീസ് സൈന്യവും തമ്മിലായിരുന്നു യുദ്ധം. ഇന്ത്യൻ സൈന്യം മേജർ ശൈതാൻ സിംഗിന്റെ നേതൃത്വത്തിൽ 120 ഇന്ത്യൻ സൈനികരാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇവർ പ്രധാനമായും ഹരിയാനയിലെ അഹിർ സമുദായത്തിൽപ്പെട്ടവരായിരുന്നു. പോരാട്ടം: ഏകദേശം 18,000 അടി ഉയരത്തിൽ തണുത്തുറഞ്ഞ പ്രദേശത്ത് മതിയായ ആയുധങ്ങളോ പ്രതിരോധ സംവിധാനങ്ങളോ ഇല്ലാതിരുന്നിട്ടും ഇന്ത്യൻ സൈനികർ ചൈനീസ് സൈന്യത്തിന്റെ വലിയൊരു ആക്രമണത്തെ ധീരമായി ചെറുത്തു. ചൈനീസ് പീരങ്കികൾ ഉൾപ്പെടെ ആധുനിക ആയുധങ്ങളാണ് അവർ നേരിട്ടത്. ഫലം: അവസാനത്തെയാൾ അവസാനത്തെ വെടിയുണ്ട എന്ന നിലയിൽ പോരാടിയ ഇന്ത്യൻ സൈനികരിൽ 114 പേർ വീരമൃത്യു വരിച്ചു. എങ്കിലും ചൈനീസ് സൈന്യത്തിന് കനത്ത നാശനഷ്ടങ്ങൾ വരുത്താൻ അവർക്ക് സാധിച്ചു. ഈ വീരോചിതമായ പ്രതിരോധം ചൈനയുടെ മുന്നേറ്റം തടയാനും ചൂഷൽ എയർഫീൽഡ് ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാന പ്രദേശങ്ങൾ സംരക്ഷിക്കാനും സഹായിച്ചു. ബഹുമതി: കമ്പനിയെ സഹായിച്ച മേജർ ശൈതാൻ സിംഗിന് മരണാനന്തരം ഇന്ത്യയിലെ പരമോന്നത സൈനിക ബഹുമതിയായ പരംവീർ ചക്ര ലഭിച്ചു. കൂടാതെ നിരവധി സൈനികർക്ക് മറ്റ് ധീരത പുരസ്കാരങ്ങളും ലഭിച്ചു. ബാറ്റിൽ ഓഫ് തിത്വാൾ. ഇത് 1947-48 ഇന്ത്യൻ പാകിസ്ഥാൻ യുദ്ധത്തിന്റെ ഭാഗമായി നടന്ന ഒരു പ്രധാന യുദ്ധമാണ്. ഫസ്റ്റ് ഇന്തോ പാക് വാർ. യുദ്ധം നടന്ന കാലം 1947 ഒക്ടോബർ മുതൽ 1948 നവംബർ വരെ വിവിധ ഘട്ടങ്ങളിലായി പോരാട്ടങ്ങൾ നടന്നു. പ്രധാനമായും 1948 മെയ് ഒക്ടോബർ മാസങ്ങളിലാണ് കടുത്ത ഏറ്റുമുട്ടലുകൾ ഉണ്ടായത്. യുദ്ധത്തിന്റെ പശ്ചാത്തലം: ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം പാകിസ്ഥാൻ കാശ്മീർ ആക്രമണം നടത്തിയപ്പോൾ ഇന്ത്യൻ സൈന്യം കാശ്മീരിനെ സംരക്ഷിക്കാൻ മുന്നേറി. തിത്വാൾ പ്രദേശം സ്ട്രാറ്റജിക്കലായി വളരെ പ്രധാനപ്പെട്ട സ്ഥലമായിരുന്നു. ഇവിടെ നിയന്ത്രണം ഉറപ്പിച്ചാൽ നോർത്ത് കാശ്മീരിലേക്ക് കടന്നുവരുന്ന പാതകളെ നിയന്ത്രിക്കാൻ സാധിക്കും. യുദ്ധത്തിന്റെ പ്രധാന സംഭവങ്ങൾ: ആദ്യഘട്ടത്തിൽ 1947 ഒക്ടോബറിൽ പാകിസ്ഥാൻ പിന്തുണയുള്ള ഗോത്ര മിഷിലിക്കാർ തിത്വാൾ പിടിച്ചെടുത്തു. പിന്നീട് 1948 മെയ് മാസത്തിൽ ഇന്ത്യൻ സൈന്യം ശക്തമായ തിരിച്ചടിയിലൂടെ തിത്വാൾ തിരിച്ചുപിടിച്ചു. സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ ഇരുപക്ഷവും കനത്ത വെടിവെപ്പും മെഷീൻ ഗൺ ആക്രമണങ്ങളും നടത്തി. കഠിനമായ മലനിരകൾ, തീവ്രമായ തണുപ്പ്, അപകടകരമായ പ്രദേശങ്ങൾ എല്ലാം ഈ യുദ്ധത്തെ കൂടുതൽ ദുഷ്കരമാക്കി. യുദ്ധഫലം: യുദ്ധ നിർണായക വിജയത്തോടെ ഒറ്റപ്പാളയത്തിന് സമ്പൂർണ്ണ നിയന്ത്രണം ലഭിച്ചില്ല. പക്ഷേ ഇന്ത്യ തിത്വാൾ വിജയകരമായി കൈവശപ്പെടുത്തി. ഗോപുര മേഖലയിൽ ശക്തമായി നിലപാട് ഉറപ്പിച്ചു. 1949 കേസ് ഫയർ ലൈൻ, ഇന്നത്തെ ലൈൻ ഓഫ് കൺട്രോൾ, നിശ്ചയിച്ചതിനു ശേഷം തിത്വാൾ ഇന്ത്യയുടെ നിയന്ത്രണത്തിൽ തുടരുന്നു. ഓപ്പറേഷൻ മെഹദൂദ്. ഓപ്പറേഷൻ മെഹദൂദ് എന്നത് സിയാച്ചിൻ ഗ്ലേഷ്യർ ഇന്ത്യയുടെ നിയന്ത്രണത്തിലാക്കാൻ 1984 ഏപ്രിൽ 13
ഇന്ത്യൻ സേന ആരംഭിച്ച സൈനിക നടപടിയാണ്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള യുദ്ധഭൂമിയാണ് സിയാച്ചിൻ. തീയതി 1984 ഏപ്രിൽ 13. സ്ഥലം സിയാച്ചിൻ ഗ്ലേഷ്യർ, ലഡാക്ക്. ലക്ഷ്യം തന്ത്രപ്രധാനമായ സിയാച്ചിൻ ഗ്ലേഷ്യർ പാകിസ്ഥാൻ കൈവശപ്പെടുത്തുന്നതിന് മുൻപ് ഇന്ത്യൻ സൈന്യം നിയന്ത്രണം ഉറപ്പിക്കുക. പാകിസ്ഥാൻ സിയാച്ചിൻ പിടിച്ചെടുക്കാൻ ഓപ്പറേഷൻ അബാബിൽ എന്ന പേരിൽ ഒരു നീക്കം ആസൂത്രണം ചെയ്യുന്നതായി ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഫലം: ഇന്ത്യൻ സേനയുടെ വിജയകരമായിരുന്നു ഈ ഓപ്പറേഷൻ മെഹദൂദ്. ഇതിലൂടെ സിയാച്ചിൻ ഗ്ലേഷ്യറിന്റെ പൂർണ്ണ നിയന്ത്രണം ഇന്ത്യക്ക് ലഭിച്ചു. പ്രാധാന്യം: ലോകത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ കാലാവസ്ഥാ സാഹചര്യങ്ങളുള്ളതും ഉയരം കൂടിയതുമായ ഒരു പ്രദേശത്ത് നടത്തിയ ഏറ്റവും നീണ്ട സൈനിക നടപടികളിലൊന്നാണ് ഓപ്പറേഷൻ മെഹദൂദ്. ഓപ്പറേഷൻ ട്രൈഡന്റ്. ഓപ്പറേഷൻ ട്രൈഡന്റ് എന്നത് 1971 ഇന്തോ പാക് യുദ്ധസമയത്ത് ഇന്ത്യൻ നാവികസേന നടത്തിയ ഒരു നിർണായക സൈനിക ആക്രമണമാണ്. തീയതി 1971 ഡിസംബർ 4 രാത്രി. സ്ഥലം പാകിസ്ഥാനിലെ കറാച്ചി തുറമുഖത്തിന് സമീപം അറബിക്കടലിൽ. ലക്ഷ്യം: പാകിസ്ഥാൻ നാവികസേനയുടെ ആസ്ഥാനവും പ്രധാന കപ്പൽശാലയും സ്ഥിതി ചെയ്യുന്ന കറാച്ചി തുറമുഖം ആക്രമിക്കുകയും പാക് നാവിക ശക്തിയെ തകർക്കുകയും ചെയ്യുക. പങ്കെടുത്തത് INS നിബട്ട്, INS നീർഗഡ്, INS വീർ എന്ന ചെറു മിസൈൽ ബോട്ടുകളാണ്. ഈ ഓപ്പറേഷനിലാണ് ഇന്ത്യ ആദ്യമായി യുദ്ധക്കപ്പൽ വേധ മിസൈലുകൾ, അതായത് ആന്റി ഷിപ്പ് മിസൈൽ ഉപയോഗിച്ചത്. ഫലം: ഇന്ത്യൻ സേനയ്ക്ക് യാതൊരു നഷ്ടവുമില്ലാതെ ഓപ്പറേഷൻ പൂർണ്ണമായി വിജയിച്ചു. പാകിസ്ഥാന്റെ ഒരു ഡിസ്ട്രോയർ, ഒരു മൈൻ സ്വീപ്പർ, ഒരു ചരക്ക് കപ്പൽ എന്നിവ മുക്കുകയും കറാച്ചിയിലെ ഇന്ധന സംഭരണ ടാങ്കുകൾ പൂർണ്ണമായും നശിപ്പിക്കപ്പെടുകയും ചെയ്തു. പാകിസ്ഥാൻ നാവികസേനയ്ക്ക് കനത്ത നാശനഷ്ടമുണ്ടാക്കി. പ്രാധാന്യം: ഇന്ത്യൻ നാവികസേനയുടെ ചരിത്രത്തിലെ ഏറ്റവും ധീരവും വിജയകരവുമായ ആക്രമണങ്ങളിലൊന്നാണ് ഈ വിജയം. 1971 യുദ്ധത്തിൽ ഇന്ത്യക്ക് മേൽക്കൈ നൽകാൻ ഇത് സഹായിച്ചു. ഈ ഓപ്പറേഷന്റെ സ്മരണാർത്ഥമാണ് എല്ലാ വർഷവും ഡിസംബർ 4 ഇന്ത്യയിൽ നാവിക ദിനമായി നമ്മൾ ആചരിക്കും. കാണുമ്പോൾ വെറുതെ ഒരു മതിൽക്കെട്ട് പോലെ തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ പൊന്നോ, എൻ്റെ ചങ്ക് കുറച്ചേരം പടഞ്ഞു പോയി. നിങ്ങളൊരു ശരിക്കൊരു ഇന്ത്യക്കാരനാണെങ്കിൽ നിങ്ങൾക്കിത് കണ്ടാൽ നിങ്ങളുടെ ചങ്ക് ഇവിടെ. മരിച്ചുപോയ ഒരാൾക്കാരുടെ പേരാണ് ഇവിടെ എഴുതിയേക്കണം യുദ്ധത്തിൽ. വെറുതെ ഒരു മതിൽക്കെട്ടല്ല ഗൈസ്, സത്യമായിട്ട് എനിക്ക് കണ്ണ് നിറഞ്ഞു എഴുതിയുണ്ട്. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞില്ലേ ആ ഒരു സർക്കിള്, ഇത് ജസ്റ്റ് ഒരു സർക്കിളല്ല, ഇതൊരു സ്മാരകമാണ് ഗൈസ്. അവരെന്നുള്ളിലേക്ക് മൈക്കേറ്റില്ല, പക്ഷേ ഇല്ല ഗൈസ്, എനിക്ക് അവിടെ ചെന്നിട്ട് കുറച്ച് ഇമോഷണൽ ആയിപ്പോയി ഞാൻ. കാരണം ഞാൻ ആദ്യം ഇവിടെ നോക്കുമ്പോൾ കുറെ മതിൽക്കെട്ട് പോലെ എന്തൊക്കെയോ പണിത് വെച്ചേക്കാൻ. അപ്പൊ ഞാൻ ഓർത്ത് ഇവിടെ എന്ത് കാണാനാന്ന് ഓർത്ത് ചെന്നതാ. പക്ഷെ ആ മതിൽക്കെട്ടൊന്നും വെറുതെ മതിൽക്കെട്ടല്ല, ലക്ഷക്കണക്കിന് മരിച്ചുപോയ പട്ടാളക്കാരുടെ പേരാണ് അവിടെ എഴുതിയേക്കുന്നത്. ഞാനിത് കുറച്ചേരം നടന്ന് വായിച്ചു കഴിഞ്ഞപ്പോ എനിക്ക്, എല്ലാവർക്കും ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല, എനിക്കാണെങ്കിൽ മിലിറ്ററി മൂവി, നമ്മുടെ മലയാളത്തിലുള്ള അങ്ങനത്തെ മൂവിയൊക്കെ കാണുമ്പോൾ തന്നെ എനിക്ക് ഓൾമോസ്റ്റ് ഫീൽ ആവാറുണ്ട്. പക്ഷെ ഇവിടെ വന്നിട്ട് ഗൈസ് ഇത് കണ്ടു കഴിഞ്ഞപ്പോ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് നമുക്ക് വേണ്ടി മരിച്ചേക്കണേ. അയ്യോ, അതൊരു വല്ലാത്തൊരു ഇമോഷനായി പോയി. ഞാൻ കുറച്ചു നേരത്തേക്ക് സൈലന്റ് ആയി പോയി, ഫോൺ ഞാൻ എടുത്തില്ല. ഞാൻ എല്ലാം ഒളിച്ചും പാത്തും പിടിക്കണമെന്ന് ഓർക്കുക, പക്ഷെ മനസ്സൊന്നുമില്ല എനിക്ക് ഇവിടെ വന്ന് കാണുന്നത്. അതാണ് ഇന്നത്തെ വീഡിയോ, അത്രേ ഉള്ളൂ. കുറച്ച് ലെങ്ത് ആയി പോയെന്നറിയാം, എന്നാലും കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കണമെന്നുണ്ടായിരുന്നു. അപ്പോ അതാണ്, ഞാൻ കുറച്ച് ഇമോഷണൽ ആയി പോയി വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും. അപ്പോൾ ഗൈസ്, ദിസ് ഈസ് മീ, അശ്വിൻ വ്ളോഗ്സ്, സൈനിങ് ഓഫ്. അടുത്ത വീഡിയോ ഇട്ടാണോ, ബൈ.